തോട്ടം കണ്ട ഇവിടെ കുടുംബചേട്ടനൊക്കെ ഉണ്ട്, തോട്ടം വന്ന് കണ്ടവരുണ്ട് ഇവിടെ. അവർ ഞാൻ ഇരിക്കുമ്പോൾ വല്ലതും മണ്ടത്തരം പറഞ്ഞ് അവർ അന്നേരം ജപിക്കും. ഒരു മണ്ടത്തരം പറയാൻ പറ്റത്തില്ല. ഈ ശരിക്കും നമ്മുടെ ജപ്പാന് ഇങ്ങേരുടെ ഒറ്റ വൈക്കോൽ വിപ്ലവമുണ്ട് തൊട്ട്. അതുപോലെ ഈ പലയിടത്തും തോട്ടം പോയി കണ്ടും സുബേഷ് പാലേക്കറിൻ്റെ ഇത് കണ്ടും പല കൃഷി രീതികൾ മനസ്സിലാക്കിയും എൻ്റേതായ രീതിയിൽ ഞാനൊരു കൃഷി രീതി കണ്ടു. കൂടുതലും സുബേഷ് പാലേക്കറിൻ്റെ രീതിയാണ് ചെലവ് കുറഞ്ഞ കൃഷി. ഞാൻ പറയും ഓർഗാനിക് കൃഷിക്കാരെല്ലാം വളരെ നല്ലവരാണ്, വളരെ പുണ്യപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഓർഗാനിക് കൃഷിക്കാർ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഓർഗാനിക് കൃഷി ചെയ്ത് നമുക്ക് വരുമാനമില്ലാത്ത ഒരു കൃഷിക്കാരനായിട്ട് ഞാൻ വിഭാവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് രാസവളം ഇടുന്നതിനേക്കാൾ എത്രയും വലുതായിട്ട് ആദായം ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിക് കൃഷിക്കാരനായിരിക്കണം നമ്മൾ. അത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. എൻ്റെ തോട്ടം ഇന്ന് വന്ന് കണ്ടാൽ ഇവരൊക്കെ കണ്ടവർക്കറിയാം, ഒരു തെങ്ങയിൽ 200 തേങ്ങായി കുറച്ച് തേങ്ങ ഇല്ല. കമുകേല് എത്ര 10-20,000 കമുക്, അതിനകത്ത് മുഴുവൻ കൊക്കോ, ജാതി, കൊക്കോ, ഇതെല്ലാം സമൃദ്ധമായിട്ട് ഒരു വിളസ്ഥലത്ത് വിവിധങ്ങളായ കൃഷി. സൂര്യപ്രകാശത്തിനനുസരിച്ച്, സൂര്യപ്രകാശമാണ് ചെടിക്ക് ഏറ്റവും ആവശ്യമുള്ളത്, നമുക്ക് നിയന്ത്രിതമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതൊരു കൃഷിക്കാരൻ ആദ്യം മനസ്സിലാക്കണം. ആ സൂര്യപ്രകാശം ഏതെല്ലാം ചെടിക്ക് എത്രയെല്ലാം രീതിയിൽ എത്രയെല്ലാം ആവശ്യത്തിന് കണ്ടെത്താൻ പറ്റുന്ന ഒരു കൃഷിക്കാരാണ് യഥാർത്ഥ കൃഷിക്കാരൻ. പല കൃഷിക്കാരും പല രീതിയിലും എല്ലാം ആയിക്കോട്ടെ, എല്ലാം നടന്നോട്ടെ, എല്ലാം കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് സ്ഥലത്ത് ഏതാണോ പിന്നെ നിങ്ങൾക്കൊരു കാര്യം പറയണം, ഓരോ സ്ഥലത്തും ആ പ്രകൃതിയുടെ ഓരോ രീതി അനുസരിച്ച് ഓരോ ചെടികൾക്കും അതിന് പ്രാധാന്യം കൊടുക്കാൻ സ്ഥലം. ഇവിടെ ചിലപ്പോൾ തെങ്ങുണ്ടാകുന്ന, ഇവിടെ ചിലപ്പോൾ തെങ്ങുണ്ടാകില്ല. തെങ്ങുണ്ടാകുന്ന സ്ഥലം വേറെയുണ്ട്. എനിക്ക് തമിഴ്നാട്ടിൽ കൃഷിയുണ്ട്. തമിഴ്നാട്ടിൽ ചിന്നമനൂര് എന്ന സ്ഥലത്ത് കമ്പത്തിനും തേനിക്കും ഇടയ്ക്കുള്ള സ്ഥലം തെങ്ങിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ്. എന്നാൽ അത് കഴിഞ്ഞ് 1 മണിക്കൂർ 1 കിലോമീറ്റർ അപ്പുറത്ത് തെങ്ങ് അത്രയും ഉണ്ടാകത്തില്ല. അത് അങ്ങനെ പ്രകൃതിക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇതൊക്കെയാണ് കൃഷിക്കാർ പഠിക്കേണ്ടത്. കൃഷിക്കാർ പഠിക്കേണ്ടത് നമുക്ക് ഇതിന് വിരുദ്ധമായിട്ട്, നമ്മുടെ നേച്ചറിന് വിരുദ്ധമായിട്ട് ഒരു കൃഷിക്കാരൻ ഒരിക്കലും പോകാൻ പാടില്ല. ഈ നിലമ്പൂരയിലെ തോട്ടത്തിൽ ഞാൻ 40 വർഷം മുമ്പ് തെങ്ങ് നിൽക്കുന്നു, തെങ്ങിൻ്റെ ഇടയിൽ ജാതി നിൽക്കുന്നു, കമുക് നിൽക്കുന്നു, കൊക്കോ നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ വാഴ, ഇങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങൾ നിൽക്കുന്നു. ഈ കമുകയിലും ഈ തെങ്ങയിലും മുഴുവൻ കുരുമുളക്, ഇതെല്ലാം സമൃദ്ധമായിട്ട് കഴിക്കുന്നു. അപ്പോൾ സൂര്യപ്രകാശം ഒരു ചെടിക്ക് എത്ര വേണം? തെങ്ങിന് 7000 കാൻഡിൽ ലൈറ്റ് വെട്ടം ആവശ്യമുണ്ടെങ്കിൽ ജാതിക്ക് വെറും 4000-ഉം 5000-ഉം കാൻഡിൽ ലൈറ്റിൻ്റെ വെട്ടം മതി. കൊക്കോയ്ക്ക് ഒരു 2500 കാൻഡിൽ ലൈറ്റിൻ്റെ വെട്ടം മതി. അതിൻ്റെ താഴെ നിൽക്കുന്ന മഞ്ഞൾ, ഇങ്ങനെയുള്ള കൃഷിക്ക് വെറും 1000-1500 കാൻഡിൽ ലൈറ്റിൻ്റെ വെട്ടം മതി. അപ്പോൾ പൊക്കത്തിനനുസരിച്ചും സൂര്യപ്രകാശത്തിനനുസരിച്ചും കൂടുതൽ സൂര്യപ്രകാശം നടുക്കൊണ്ട് ഒരു ജാതി വെച്ചാൽ ജാതി കരിഞ്ഞു പോകും. നമുക്കറിയാം. അതിന് ഷെയ്ഡ് വേണം. അതനുസരിച്ച് ടേപ്പർ ചെയ്ത് നമ്മുടെ ഭൂമിയെ, നമ്മുടെ കൃഷിസ്ഥലത്തെ ഒരു വനമാക്കി മാറ്റും. വനം വെറുതെ ആക്കിയപ്പോൾ ഏറ്റവും ആദായകരമായ, ആദായം തരുന്ന ഒരു വന വിഭവമാക്കി ജൈവ വൈവിധ്യമുള്ള കോടാനുകോടി സൂക്ഷ്മാണുക്കൾക്കും മണ്ണരയ്ക്കും അവിടെ ജീവിക്കാനുള്ള സാഹചര്യം നമ്മളുണ്ടാക്കി. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള കൃഷി, അതിനാവശ്യമുള്ള നമുക്ക് ആദായവും. അല്ലാതെ വെറുതെ നമ്മൾ നല്ലവരാണ്, നാട്ടുകാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വന്ന ജൈവ കൃഷിക്കാരോട് അവർ നിങ്ങൾ അങ്ങനെ ജീവിച്ചു, നിങ്ങൾ സേവനം ചെയ്തു, നിങ്ങൾക്കൊന്നും വേണ്ടേ, എൻ്റെ പെണ്ണെ കെട്ടിക്കണ്ടേ, അല്ലെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ എന്ന് ചോദിച്ചാൽ കെട്ടിക്കണം, കാര്യങ്ങൾ നടക്കണം. അതുപോലെ എങ്ങനെ നിങ്ങളുടെ സ്ഥലത്തെ എത്ര ആദായകരമാക്കാം. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ കൃഷി സ്ഥലത്ത് ഇവരൊക്കെ അറിയാം, ഞാൻ ലോഡ് കണക്കിന് കൊഴുത്തിട്ടും പിന്നെ ചാണകപ്പൊടി തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. അത് നിർത്തി കുറേ പശുക്കളും എരുമയും വളർത്തി അതിൻ്റെ ചാണകം സ്ലറിയാക്കി ജീവാമൃതം അല്ലെങ്കിൽ പഞ്ചഗവ്യം അല്ലെങ്കിൽ നവഗവ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഈ സ്ലറിയിലൂടെ അടിച്ച് നാനാഭാഗങ്ങളിലും നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കൃഷി ചെലവ് വളരെ കുറഞ്ഞു. ഇതിൻ്റെ ഒന്നും ചോദിപ്പോന്നില്ല, നമ്മൾ കാട് തെളിക്കുന്നില്ല. മൾച്ചിങ്, 2 രീതിയിലുള്ള മൾച്ചിങ്ങാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ഗ്രീൻ മൾച്ചിങ്, 2 സ്ട്രോ മൾച്ചിങ്. സ്ട്രോ മൾച്ചിങ് കരിയില വീണ് പുറപ്പിക്കുക. ഗ്രീൻ മൾച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടിയുടെ ഇലകളൊക്കെ കൊണ്ടുപോയി
ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തെ സൂക്ഷ്മാണുക്കൾ വളരുകയുള്ളൂ, അങ്ങനെയുള്ള സ്ഥലത്തെ ജീവാണുക്കൾ വളരുകയുള്ളൂ, അങ്ങനെയുള്ള സ്ഥലത്തെ മണ്ണര വളരുകയുള്ളൂ. മണ്ണരയുടെ നമുക്ക് ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും ബന്ധുവായ മണ്ണരയെ നമ്മൾ പഠിക്കേണ്ടതാണ്. അവന് വംശവർദ്ധനയും 365 സേവനമാണ് അവൻ്റെ പരിപാടി. ഒരു മണ്ണര ഒരു കുഴിയുണ്ടാക്കി 16 അടി വരെയും താഴെ പോകും. എന്നിട്ട് വേറൊരു കുഴി കൂടെ മോളി വരിക. 6 അടി താഴെ മുതലാണ് മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള സാധനങ്ങൾ മണ്ണിൽ കിടക്കുന്നത്. ആ മൈക്രോ ന്യൂട്രിയൻസ് കഴിച്ച് അവൻ മോളിൽ കൊണ്ടൊന്ന് വിസർജിച്ച് നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ മണ്ണര ചെയ്തുകൊണ്ടിരിക്കുക. ആ മണ്ണര നിങ്ങളൊരു വെയിലുണ്ടാക്കി ഒരു വെയിലത്ത് ഒരു മണ്ണര കുരുപ്പ കുത്തുന്നു നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും കുരുപ്പ കുത്തിയല്ല. അവിടെ ഷെയ്ഡ് ഉണ്ടാകും. ആ ഷെയ്ഡിനാണ് നമ്മൾ ചെടികളെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഷെയ്ഡ് ഉണ്ടാക്കും. കാട് വളർത്തും. ആ കാട് വളർത്താതെ നമ്മുടെ ചെടികളെ കൊണ്ട് തന്നെ നമ്മുടെ കൃഷിസ്ഥലം പുതപ്പിച്ച് കഴിയുമ്പോൾ ധാരാളം മണ്ണ്. ഞാൻ ആദ്യം ലോഡ് കണക്കിന് മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കിയ മനുഷ്യൻ അതെല്ലാം വെട്ടിപ്പൊളിച്ച് ദൂരെ കളഞ്ഞു. എൻ്റെ കൃഷിസ്ഥലം മുഴുവൻ മണ്ണര കിളച്ചിളക്കിയിട്ട് അപ്പം ഞാൻ പിന്നെ ഇതിനെ ഒരു ഷെഡിൽ കൊണ്ടുപോയി ഇതുണ്ടാക്കുന്നത്. നമ്മുടെ ചിലവെല്ലാം കുറഞ്ഞു. കാട് ഞാൻ വെട്ടുന്നേ ഇല്ല. കാട് ഒരു ആനുവലായതുകൊണ്ട് കാട് വളർന്നാൽ അത് തന്നെ അവിടെ അഴുകിച്ചേരും. അത് തന്നെ അഴുകിച്ചേർന്നാൽ അതിൻ്റെ വേരുകൾ മണ്ണിലെ ഏറിയേഷൻ ഉണ്ടാക്കാനുള്ള വലിയ വഴികളാക്കി മാറും. ആ വേരുകൾ അവിടെ ഇങ്ങനെ വളർന്ന് അഴുകിപ്പോയാൽ അതിനെല്ലാം മണ്ണിന് ഏറിയേഷൻ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ മണ്ണര ഈ വർക്ക് ചെയ്യുന്നത് മണ്ണിന് ഏറിയേഷൻ കിട്ടണം. നമ്മൾ തൂമ്പായി എടുത്ത് കളക്കേണ്ട കാര്യമില്ല. നമുക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവിടെ കിടന്ന് വേല ചെയ്യില്ല. മണ്ണിന് ഒരു കുഴപ്പമില്ലാതെ തൂമ്പായി എടുത്ത് കിളച്ച് മറക്കേണ്ട ഒരു കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ പ്രകൃതിയെ അതിൻ്റെ നമ്മൾ മാറ്റി ആ ഒരു രീതിയിൽ ആ പ്രകൃതിയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എല്ലാ ചെടികളും ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ വന്ന് കണ്ടവർക്കറിയാം. ഞാൻ എന്തെങ്കിലും വളം ഒരു ലോഡ് കണക്കിന് വളം ഉണ്ടാക്കിക്കൊണ്ട് വളം ഇട്ടുകൊണ്ട് ഒരു കഴിഞ്ഞ് പോലും വളമിടുന്നില്ല. ഇവിടുന്ന് ലോഡ് കണക്കുള്ള സാധനങ്ങൾ ഞാൻ ലോറിക്ക് കയറ്റിവിടുന്നുള്ളൂ. അതിൻ്റെ പ്രോഡക്റ്റ് തേങ്ങായ വാക്ക് ജാതിക്ക ലോഡ് കണക്കിന് കയറ്റിവിടുക. ഇങ്ങോട്ട് ഒരു സാധനം കയറ്റിവിടുന്നില്ല, ഒരു ചെലവുമില്ലാതെ. അതായത് എനിക്ക് 10-30-40 എരുമയുണ്ട്. 10-60 ലിറ്റർ 70 ലിറ്റർ പാല് കിട്ടും. 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ പാലിൻ്റെ ചെലവ് കൊണ്ട് എൻ്റെ കൃഷി ചെലവ് മുഴുവൻ നടക്കും. അപ്പം നമുക്ക് കിട്ടുന്ന വിശിഷ്ടമായ വളം ഞാൻ പുല്ല് വെച്ചുകൊണ്ടിരിക്കും. ആ കാട്ട് വെട്ടി അതിന് കൊടുക്കും. കാട് വെട്ടി കൊടുക്കുമ്പോൾ ഗുണം ഒരു പുല്ലിൽ നിന്ന് ഒരേ രീതിയിലുള്ള ഇതല്ലാതെ വിവിധങ്ങളായ രീതിയിലുള്ള ഔഷധ ചെടികളാണ് തിന്നുന്നത്. ആ ഔഷധ ചെടി തിന്നുമ്പോൾ അതിൻ്റെ ചാണകത്തിന്, അതിൻ്റെ മൂത്രത്തിന്, അതിൻ്റെ പാലിന് ഒക്കെ വിശിഷ്ടമായ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കൃഷിസ്ഥലം പരിപൂർണമാകുക. ഞാൻ പറയും, നമ്മുടെ കൃഷിസ്ഥലം ഒരിക്കലും നമ്മുടേതല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാവൽക്കാരനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളത്. അതിനെ ജൈവ വൈവിധ്യമാക്കി മാറ്റണം. നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഫലഭൂഷ്ടമായിട്ട് ജൈവ വൈവിധ്യമായ ഒരു സ്ഥലമാക്കി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന ആദായം എടുക്കാം.